ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ റിവിഷൻ്റെ ഭാഗമായി ഗലാത്തിയ 1-2 അധ്യായങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷനോട് കൂടിയ 136 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. പൗലോസ് ഗലാത്തിയ വിട്ടതിന് ശേഷം യഹൂദ ക്രിസ്ത്യാനികൾ അവിടം സന്ദർശിച്ച് അബദ്ധ പ്രബോധനങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കിയ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യമേത്? എ. ഗലാത്തിയ 1:5, ബി 1:6, സി 1:7, ഡി 1:8. ഉത്തരം സി. ഗലാത്തിയ 1:7. ചോദ്യം 2. പൗലോസ് തൻ്റെ അപ്പസ്തോലാധികാരത്തിന് തെളിവുകൾ നിരത്തുന്ന ഒരു വാക്യമേത്? എ. ഗലാത്തിയ 1:12, ബി 1:7, സി 1:13, ഡി 1:11. ഉത്തരം ഡി. ഗലാത്തിയ 1:11. ചോദ്യം 3. ഈ യുഗം എന്തു നിറഞ്ഞതാണെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. പാപം, ബി അനീതി, സി അശുദ്ധി, ഡി തിന്മ. ഉത്തരം ഡി. തിന്മ. ചോദ്യം 4. ഗലാത്തിയ 1-ാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ടായ അഭിവാദനത്തിൽ പറയുന്ന അവസാന വാക്ക് ഏത്? എ. മഹത്വമുണ്ടാകട്ടെ, ബി ആമേൻ, സി കൃപയും സമാധാനവും, ഡി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉത്തരം ബി ആമേൻ. ചോദ്യം 5. മറ്റൊരു സുവിശേഷമില്ല എന്ന വചനം വരുന്ന വാക്യമേത്? എ. ഗലാത്തിയ 1:6, ബി 1:7, സി 1:8, ഡി 1:9. ഉത്തരം ബി. ഗലാത്തിയ 1:7. ചോദ്യം 6. ഗലാത്തിയ 1:10 പൗലോസ്ലീഹ എത്ര ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം സി 3. ചോദ്യം 7. ഗലാത്തിയ ഇന്നത്തെ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? എ. ആധുനിക തുർക്കി, ബി ഇറ്റലി, സി ഗ്രീസ്, ഡി ഈജിപ്ത്. ഉത്തരം എ. ആധുനിക തുർക്കി. ചോദ്യം 8. ഏത് പ്രേക്ഷിത യാത്രയ്ക്കിടയിലാണ് പൗലോസ് ഗലാത്തിയായിൽ സഭകൾ സ്ഥാപിച്ചത്? എ. 1-ാം പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ, ബി 3-ാം പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ, സി 2-ാം പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ, ഡി റോമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ. ഉത്തരം സി 2-ാം പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ. ചോദ്യം 9. പൗലോസ് ഗലാത്തിയായിലെ ലേഖനം എവിടെ വച്ച് എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്? എ. ജെറുസലേമിൽ, ബി ദമാസ്കസിലോ സിറിയയിലോ, സി എഫേസോസിലോ മക്കദോനിയയിലോ, ഡി അറേബ്യയിൽ. ഉത്തരം സി. എഫേസോസിലോ മക്കദോനിയയിലോ. ചോദ്യം 10. ഗലാത്തിയർക്കുള്ള ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം ഏതാണ്? എ. AD 33-40, ബി AD 53-58, സി AD 45-50, ഡി AD 60-65. ഉത്തരം ബി. AD 53-58. ചോദ്യം 11. ഗലാത്തിയായിലെ സഭയിൽ എത്തരത്തിലുള്ള വിശ്വാസികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്? എ. യഹൂദ ക്രിസ്ത്യാനികൾ, ബി വിജാതീയ ക്രിസ്ത്യാനികൾ, സി യഹൂദേതര ക്രിസ്ത്യാനികൾ, ഡി വ്യാജ ക്രിസ്ത്യാനികൾ. ഉത്തരം സി. യഹൂദേതര ക്രിസ്ത്യാനികൾ. ചോദ്യം 12. എന്തിൻ്റെ അനന്തരഫലമായാണ് സ്വാതന്ത്ര്യത്തിൻ്റെ കാലം ആരംഭിച്ചത്? എ. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടെ, ബി ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകരണത്തിൻ്റെ, സി ക്രിസ്തുവിൽ നിന്നുള്ള പുത്രത്വ സ്വീകരണത്തിൻ്റെ, ഡി ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തോടെ. ഉത്തരം ബി. ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകരണത്തിൻ്റെ. ചോദ്യം 13. വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകാൻ യഹൂദ ക്രിസ്ത്യാനികൾ നിഷ്കർഷിച്ച കാര്യങ്ങളിൽ പെടാത്തത് ഏത്? എ. മോശയുടെ നിയമങ്ങൾ അനുസരിക്കണം,
ബി യഹൂദാചാരങ്ങളൊക്കെയും പാലിക്കണം. സി പരിച്ഛേദനത്തിന് വിധേയനാകണം. ഡി സാബത്ത് ആചരിക്കണം. ഉത്തരം ഡി സാബത്ത് ആചരിക്കണം. ചോദ്യം 14. പൗലോസിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? എ ശിഷ്യന്മാർ, ബി യഹൂദാചാരവാദികൾ, സി യഹൂദേതര ക്രിസ്ത്യാനികൾ, ഡി വ്യാജ സഹോദരന്മാർ. ഉത്തരം ബി യഹൂദാചാരവാദികൾ. ചോദ്യം 15. പൗലോസിന് അപ്പസ്തോലാധികാരം ഇല്ല എന്ന് യഹൂദാചാരവാദികൾ പറയാൻ കാരണമെന്ത്? എ 12 ശിഷ്യരിൽ പെടാത്ത വ്യക്തിയായതിനാൽ, ബി വിജാതീയർക്കായി സുവിശേഷം ലാഘവപ്പെടുത്തിയതിനാൽ, സി അദ്ദേഹം ജയിലിലായതിനാൽ, ഡി അദ്ദേഹം ജെറുസലേമിൽ താമസിക്കാത്തതിനാൽ. ഉത്തരം ബി വിജാതീയർക്കായി സുവിശേഷം ലാഘവപ്പെടുത്തിയതിനാൽ. ചോദ്യം 16. ലേഖനത്തിൻ്റെ ഉപസംഹാരത്തിൽ ആരോട് വിധേയരായി ജീവിക്കാനാണ് വിശുദ്ധ പൗലോസ് ആവശ്യപ്പെടുന്നത്? എ ദൈവത്തോട്, ബി യേശുക്രിസ്തുവിനോട്, സി പരിശുദ്ധാത്മാവിനോട്, ഡി സഭയോട്. ഉത്തരം സി പരിശുദ്ധാത്മാവിനോട്. ചോദ്യം 17. തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്തിനുള്ള തെളിവുകളാണ് നിരത്തുന്നത്? എ തൻ്റെ സുവിശേഷ പ്രഘോഷണ അധികാരത്തിനുള്ള, ബി തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള, സി തൻ്റെ ദൈവവിളിയെക്കുറിച്ച്, ഡി തൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച്. ഉത്തരം ബി തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള. ചോദ്യം 18. വിശ്വാസം മൂലമുള്ള നീതീകരണം പൗലോസ് ആരുടെ മാതൃകയിലൂടെയാണ് വ്യക്തമാക്കിയത്? എ അബ്രാഹത്തിൻ്റെ, ബി മോശയുടെ, സി ദാവീദിൻ്റെ, ഡി നോഹയുടെ. ഉത്തരം എ അബ്രാഹത്തിൻ്റെ. ചോദ്യം 19. യഹൂദ ക്രിസ്ത്യാനികൾ പ്രധാനമായും ഏത് ആചാരത്തിനാണ് നിർബന്ധം പിടിച്ചത്? എ ബലിയർപ്പണത്തിന്, ബി പരിച്ഛേദനത്തിന്, സി ദാനധർമ്മത്തിന്, ഡി സാബത്ത് ആചരണത്തിന്. ഉത്തരം ബി പരിച്ഛേദനത്തിന്. ചോദ്യം 20. വിശ്വാസികൾ എന്ത് കാത്തു സൂക്ഷിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ് ആവശ്യപ്പെടുന്നത്? എ വിശുദ്ധി, ബി ദൈവത്തിൻ്റെ വചനം, സി ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ, ഡി ദൈവത്തിൻ്റെ വിളി. ഉത്തരം സി ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ. ചോദ്യം 21. അബദ്ധ പ്രബോധനങ്ങൾ വഴി ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ആരാണ്? എ വ്യാജ ക്രിസ്ത്യാനികൾ, ബി യഹൂദ ക്രിസ്ത്യാനികൾ, സി വ്യാജ സഹോദരന്മാർ, ഡി വിജാതീയ സഹോദരന്മാർ. ഉത്തരം ബി യഹൂദ ക്രിസ്ത്യാനികൾ. ചോദ്യം 22. ആർക്കു വേണ്ടിയാണ് സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയത് എന്നാണ് എതിരാളികൾ ആരോപിച്ചത്? എ യഹൂദർക്കു വേണ്ടി, ബി പൗലോസിനു വേണ്ടി, സി വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഡി ദരിദ്രർക്ക് വേണ്ടി. ഉത്തരം സി വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. ചോദ്യം 23. മനുഷ്യൻ നീതിമാനാകുന്നത് എന്തുമൂലമാണ്? എ നിയമം മൂലം, ബി ദാനം മൂലം, സി വിശ്വാസം മൂലം, ഡി അധികാരം മൂലം. ഉത്തരം സി വിശ്വാസം മൂലം. ചോദ്യം 24. എന്തിൻ്റെ ആധിപത്യകാലമാണ് അവസാനിച്ചത്? എ അന്ധകാരത്തിൻ്റെ, ബി നിയമത്തിൻ്റെ, സി തിന്മയുടെ, ഡി പാപത്തിൻ്റെ. ഉത്തരം ബി നിയമത്തിൻ്റെ. ചോദ്യം 25. തൻ്റെ അപ്പസ്തോലത്വം ലഭിച്ചിരിക്കുന്നത് ആര് മുഖേനയെന്നാണ് പൗലോസ് പറയുന്നത്? എ മനുഷ്യൻ മുഖേന, ബി തിരഞ്ഞെടുപ്പ് മുഖേന, സി യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേന, ഡി ശിഷ്യന്മാർ മുഖേന. ഉത്തരം സി യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും. ചോദ്യം 26. പൗലോസിൻ്റെ അപ്പസ്തോലത്വം ആര് മുഖേനയല്ല? എ ശിഷ്യന്മാർ മുഖേന, ബി മനുഷ്യൻ മുഖേന, സി ദൈവം മുഖേന, ഡി ക്രിസ്തു മുഖേന. ഉത്തരം ബി മനുഷ്യൻ മുഖേന. ചോദ്യം 27. പൗലോസിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം എന്താണ്?
എ ക്രിസ്തുവിൻ്റെ സ്ഥാനപതി, ബി അപ്പസ്തോല സ്ഥാനം, സി വിജാതീയ അപ്പസ്തോലൻ, ഡി സുവിശേഷ പ്രഘോഷകൻ. ഉത്തരം ബി അപ്പസ്തോല സ്ഥാനം. ചോദ്യം 28. പൗലോസ് ഗലാത്തിയായിലെ സഭകൾക്ക് ആശംസിക്കുന്നത് എന്താണ്? എ വിജയവും കീർത്തിയും, ബി കൃപയും സമാധാനവും, സി സമ്പത്തും ആയുസ്സും, ഡി ജ്ഞാനവും ബുദ്ധിയും. ഉത്തരം ബി കൃപയും സമാധാനവും. ചോദ്യം 29. ക്രിസ്തു തന്നെ തന്നെ ബലിയർപ്പിച്ചത് ആരുടെ അഭീഷ്ടമനുസരിച്ചാണ്? എ പിതാവായ ദൈവത്തിൻ്റെ, ബി യഹൂദ ജനതയുടെ, സി തൻ്റെ തന്നെ, ഡി തൻ്റെ സ്വന്തം. ഉത്തരം എ പിതാവായ ദൈവത്തിൻ്റെ. ചോദ്യം 30. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു എന്തു ചെയ്തു? എ സ്വയം ബലിയായി തീർന്നു, ബി കുരിശിൽ മരിച്ചു, സി തന്നെ തന്നെ ബലിയർപ്പിച്ചു, ഡി തന്നെ തന്നെ സമർപ്പിച്ചു. ഉത്തരം സി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ചോദ്യം 31. പൗലോസ് ഗലാത്തിയായിലെ സഭകളെക്കുറിച്ച് ആശ്ചര്യപ്പെടാൻ കാരണമെന്ത്? എ വ്യാജമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ, ബി വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ, സി വ്യത്യസ്തമായ മറ്റൊരു ജീവിതത്തിലേക്ക് തിരിഞ്ഞതിനാൽ, ഡി വ്യത്യസ്തമായ മറ്റൊരു വിശ്വാസത്തിലേക്ക് തിരിഞ്ഞതിനാൽ. ഉത്തരം ബി വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ. ചോദ്യം 32. ഗലാത്തിയയിലെ ചിലർ സഭയോട് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്താണ്? എ ഉപദ്രവിക്കാനും സുവിശേഷത്തെ കുറ്റപ്പെടുത്താനും, ബി ദ്രോഹിക്കാനും സുവിശേഷത്തെ ദുഷിപ്പിക്കാനും, സി ഉപദ്രവിക്കാനും സുവിശേഷത്തെ ദുഷിപ്പിക്കാനും, ഡി ഉപദ്രവിക്കാനും സുവിശേഷത്തെ നശിപ്പിക്കാനും. ഉത്തരം സി ഉപദ്രവിക്കാനും സുവിശേഷത്തെ ദുഷിപ്പിക്കാനും. ചോദ്യം 33. വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുന്നവന് എന്ത് സംഭവിക്കും? എ അവൻ ശാപത്തിന് വിധേയനാകും, ബി അവൻ ശപിക്കപ്പെട്ടവനാകും, സി അവൻ പുറത്താക്കപ്പെടും, ഡി അവൻ ശിക്ഷിക്കപ്പെടും. ഉത്തരം ബി അവൻ ശപിക്കപ്പെട്ടവനാകും. ചോദ്യം 34. ശപിക്കപ്പെട്ടവൻ ആകട്ടെ എന്ന് ആരെ ഉദ്ദേശിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ വ്യാജമായി സുവിശേഷം പ്രസംഗിക്കുന്നവനെ, ബി വ്യാജ സഹോദരരെ, സി വ്യത്യസ്തമായി സുവിശേഷം പ്രസംഗിക്കുന്നവനെ, ഡി വ്യാജ പ്രവാചകരെ. ഉത്തരം സി വ്യത്യസ്തമായി സുവിശേഷം പ്രസംഗിക്കുന്നവനെ. ചോദ്യം 35. പൗലോസ് ക്രിസ്തുവിൻ്റെ ദാസനായി തീർന്നത് എങ്ങനെയാണ്? എ സ്വന്തം കഴിവ് കൊണ്ട്, ബി ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ചതുകൊണ്ട്, സി മനുഷ്യരെ പ്രീതിപ്പെടുത്തിയതുകൊണ്ട്, ഡി പാരമ്പര്യം കൊണ്ട്. ഉത്തരം ബി ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ചതുകൊണ്ട്. ചോദ്യം 36. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ പൗലോസ് ആരാകുമായിരുന്നില്ല? എ അപ്പസ്തോലൻ, ബി ഒരു സുവിശേഷ പ്രഘോഷകൻ, സി ക്രിസ്തുവിൻ്റെ ദാസൻ, ഡി ദൈവത്തിൻ്റെ ദാസൻ. ഉത്തരം സി ക്രിസ്തുവിൻ്റെ ദാസൻ. ചോദ്യം 37. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയുള്ളതാണ്? എ ജ്ഞാനം നിറഞ്ഞത്, ബി മാനുഷികമല്ല, സി വ്യത്യസ്തമാണ്, ഡി കഠിനമാണ്. ഉത്തരം ബി മാനുഷികമല്ല. ചോദ്യം 38. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം എവിടെ നിന്നാണ് ലഭിച്ചത്? എ പഠനത്തിലൂടെ, ബി യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ, സി മനുഷ്യരിലൂടെ, ഡി പാരമ്പര്യത്തിലൂടെ. ഉത്തരം ബി യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. ചോദ്യം 39. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസിന് ലഭിച്ചതെന്ത്? എ ജ്ഞാനം, ബി സുവിശേഷം, സി കൃപ, ഡി അപ്പസ്തോല സ്ഥാനം. ഉത്തരം ബി സുവിശേഷം. ചോദ്യം 40. പൗലോസിൻ്റെ പഴയ ജീവിതം ഏത് മതത്തിലായിരുന്നു? എ യഹൂദ മതത്തിൽ, ബി ഗ്രീക്ക് മതത്തിൽ, സി കൊറേഷി മതത്തിൽ, സി ഡി പേർഷ്യൻ മതത്തിൽ. ഉത്തരം എ യഹൂദ മതത്തിൽ. ചോദ്യം 41. പൗലോസിൻ്റെ പഴയ ജീവിതത്തിൽ അദ്ദേഹം സഭയോട് എന്തു ചെയ്തു?
എ. സഭയെ പുച്ഛിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു. ബി. സഭയെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു. സി. സഭയെ പീഡിപ്പിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഡി. സഭയെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ഉത്തരം ബി. സഭയെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു. ചോദ്യം 42. വിശുദ്ധ പൗലോസ് മുൻപന്തിയിൽ ആയിരുന്നത് എന്തിൽ? എ. സുവിശേഷ പ്രഘോഷണത്തിൽ. ബി. നിയമം പാലിക്കുന്നതിൽ. സി. യഹൂദ മതകാര്യങ്ങളിൽ. ഡി. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ. ഉത്തരം സി. യഹൂദ മതകാര്യങ്ങളിൽ. ചോദ്യം 43. ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? എ. അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ബി. ദമാസ്കസിലേക്കുള്ള യാത്രയിൽ. സി. മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ഡി. അനാദിയിൽ തന്നെ. ഉത്തരം സി. മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ചോദ്യം 44. ദൈവം പൗലോസിനെ വിളിച്ചത് എന്തിനാണ്? എ. വചനം പ്രഘോഷിക്കാൻ. ബി. പുത്രനെപ്പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ. സി. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ. ഡി. സഭയെ ശക്തിപ്പെടുത്താൻ. ഉത്തരം ബി. പുത്രനെപ്പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ. ചോദ്യം 45. സുവിശേഷം വെളിപ്പെട്ടതിന് ശേഷം പൗലോസ് ആദ്യം എവിടേക്ക് പോയി? എ. ജെറുസലേമിലേക്ക്. ബി. സിറിയയിലേക്ക്. സി. അറേബ്യയിലേക്ക്. ഡി. എഫേസോസിലേക്ക്. ഉത്തരം സി. അറേബ്യയിലേക്ക്. ചോദ്യം 46. അറേബ്യയിൽ നിന്ന് പൗലോസ് തിരിച്ചു വന്നത് എവിടേക്ക്? എ. ജെറുസലേമിലേക്ക്. ബി. ദമാസ്കസിലേക്ക്. സി. ഗലാത്തിയായിലേക്ക്. ഡി. റോമിലേക്ക്. ഉത്തരം ബി. ദമാസ്കസിലേക്ക്. ചോദ്യം 47. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? എ. 1. ബി. 2. സി. 3. ഡി. 10. ഉത്തരം സി. 3. ചോദ്യം 48. ജെറുസലേമിലേക്ക് പോയത് ആരെ കാണാനാണ്? എ. അന്ത്രയോസിനെ. ബി. യാക്കോബിനെ. സി. കേപ്പായെ. ഡി. യോഹന്നാനെ. ഉത്തരം സി. കേപ്പായെ. ചോദ്യം 49. വിശുദ്ധ പൗലോസ് കേപ്പായോടൊപ്പം എത്ര ദിവസം താമസിച്ചു? എ. 7 ദിവസം. ബി. 10 ദിവസം. സി. 15 ദിവസം. ഡി. 1 മാസം. ഉത്തരം സി. 15 ദിവസം. ചോദ്യം 50. കേപ്പായെ കൂടാതെ ജെറുസലേമിൽ പൗലോസ് കണ്ടത് ആരെയാണ്? എ. മത്തായിയെ. ബി. ലൂക്കോസിനെ. സി. യാക്കോബിനെ. ഡി. ഫിലിപ്പോസിനെ. ഉത്തരം സി. യാക്കോബിനെ. ചോദ്യം 51. താൻ എഴുതിയത് സത്യമാണെന്നതിന് പൗലോസ് ആരെ സാക്ഷിയാക്കുന്നു? എ. കേപ്പായെ. ബി. തന്നെ. സി. ദൈവത്തെ. ഡി. ഗലാത്തിയാക്കാരെ. ഉത്തരം സി. ദൈവത്തെ. ചോദ്യം 52. ഗലാത്തിയ 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ. 20. ബി. 22. സി. 24. ഡി. 30. ഉത്തരം സി. 24. ചോദ്യം 53. ഗലാത്തിയ 1-ാം അധ്യായത്തിലെ 3-ാം തലക്കെട്ട് എന്ത്? എ. അഭിവാദനം. ബി. മറ്റൊരു സുവിശേഷമില്ല. സി. അപ്പസ്തോലനാകാനുള്ള വിളി. ഡി. സമാപനം. ഉത്തരം സി. അപ്പസ്തോലനാകാനുള്ള വിളി. ചോദ്യം 54. സഭയെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് കേട്ടത്? എ. കച്ചവടം ചെയ്യുന്നു. ബി. മരണം കാത്തു കഴിയുന്നു. സി. വിശ്വാസം പ്രസംഗിക്കുന്നു. ഡി. റോമിലേക്ക് പലായനം ചെയ്തു. ഉത്തരം സി. വിശ്വാസം പ്രസംഗിക്കുന്നു. ചോദ്യം 55. ഗലാത്തിയ 1:8 സമാനമായ വാക്യം ഏത്? എ. 1 കൊറിന്തോസ് 14:11-14. ബി. 2 കൊറിന്തോസ് 11:14. സി. 2 കൊറിന്തോസ് 11:4. ഡി. 1 കൊറിന്തോസ് 11:4. ഉത്തരം സി. 2 കൊറിന്തോസ് 11:4. ചോദ്യം 56.
ഗലാത്തിയ 1:15 സമാനമായ ഒരു വാക്യം ഏത്? എ. ജെറമിയ 1:5, ബി. ഏശയ്യ 38:1, സി. ജെറമിയ 1:7, ഡി. ഏശയ്യ 48:1. ഉത്തരം എ. ജെറമിയ 1:5. ചോദ്യം 57. അപ്പസ്തോലനാകാൻ വിളി ലഭിച്ചയുടനെ എവിടേക്കാണ് പൗലോസ്ലീഹ പോയത്? എ. ജെറുസലേം, ബി. അറേബ്യ, സി. ദമാസ്കസ്, ഡി. സിറിയ. ഉത്തരം ബി. അറേബ്യ. ചോദ്യം 58. കേപ്പായെ കാണാൻ പൗലോസ്ലീഹ എവിടേക്കാണ് പോയത്? എ. അറേബ്യ, ബി. ദമാസ്കസ്, സി. ജെറുസലേം, ഡി. കിലീക്യ. ഉത്തരം സി. ജെറുസലേം. ചോദ്യം 59. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ ആര്? എ. എൻ്റെ വംശത്തിൽപ്പെട്ട സമുദായക്കാർ, ബി. യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ, സി. സിറിയ, കിലീക്യ എന്നീ ദേശങ്ങളിലുള്ളവർ, ഡി. യഹൂദ മതത്തിലെ പിതാക്കന്മാർ. ഉത്തരം ബി. യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ. ചോദ്യം 60. ഏതു കാര്യത്തിലാണ് താൻ തീക്ഷ്ണമതിയായിരുന്നത് എന്നാണ് പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്? എ. യഹൂദമത കർമ്മങ്ങളിൽ, ബി. പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ, സി. ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുന്ന കാര്യത്തിൽ, ഡി. സഭയെ ഉന്മൂലനം ചെയ്യുന്നതിൽ. ഉത്തരം ബി. പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ. ചോദ്യം 61. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത് എന്താണ്? എ. ജ്ഞാനം, ബി. സുവിശേഷം, സി. കൃപ, ഡി. വിശ്വാസം. ഉത്തരം ബി. സുവിശേഷം. ചോദ്യം 62. ഗലാത്തിയ 1:21 വിശുദ്ധ പൗലോസ് സന്ദർശിച്ച 2 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ആ സ്ഥലങ്ങൾ? എ. താർസീസ്, കിലീക്യ, ബി. സിറിയ, യൂദയ, സി. സിറിയ, ജെറുസലേം, ഡി. സിറിയ, കിലീക്യ. ഉത്തരം എ. സിറിയ, കിലീക്യ. ഉത്തരം ഡി. സിറിയ, കിലീക്യ. ചോദ്യം 63. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:1-19 സമാനമായുള്ള ഗലാത്തിയ വാക്യം ഏത്? എ. ഗലാത്തിയ 1:15, ബി. 1:16, സി. 1:17, ഡി. 1:18. ഉത്തരം എ. ഗലാത്തിയ 1:15. ചോദ്യം 64. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. സമാനമായുള്ള ഗലാത്തിയ വാക്യം ഏത്? എ. ഗലാത്തിയ 1:12, ബി. 1:13, സി. 1:14, ഡി. 1:15. ഉത്തരം ഡി. ഗലാത്തിയ 1:15. ചോദ്യം 65. ഗലാത്തിയ 1-ാം അധ്യായം 2-ാം തലക്കെട്ടിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 5, ബി. 6, സി. 7, ഡി. 8. ഉത്തരം എ. 5. ചോദ്യം 66 പൂരിപ്പിക്കുക. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ ഡാഷ്. എ. പ്രയത്നിക്കുകയാണോ, ബി. ശ്രമിക്കുകയാണോ, സി. യത്നിക്കുകയാണോ, ഡി. പരിശ്രമിക്കുകയാണോ? ഉത്തരം സി. യത്നിക്കുകയാണോ? ചോദ്യം 67 വാക്യമേത്? ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. എ. ഗലാത്തിയ 1:12, ബി. ഗലാത്തിയ 1:13, സി. ഗലാത്തിയ 1:14, ഡി. ഗലാത്തിയ 1:20. ഉത്തരം ഡി. ഗലാത്തിയ 1:20. ചോദ്യം 68 പൗലോസ് ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിച്ചതിനൊപ്പം അതിനെ എന്ത് ചെയ്യാൻ കൂടി പരിശ്രമിച്ചു? എ. ഉന്മൂലനം ചെയ്യാൻ, ബി. നശിപ്പിക്കാൻ, സി. തകർക്കാൻ, ഡി. ഇല്ലാതാക്കാൻ. ഉത്തരം എ. ഉന്മൂലനം ചെയ്യാൻ. ചോദ്യം 69 അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പ്രസ്താവിക്കുന്ന 2 വാക്യങ്ങൾ ഏവ? എ. ഗലാത്തിയ 1:12-13, ബി. ഗലാത്തിയ 1:12-14, സി. ഗലാത്തിയ 1:8-9, ഡി. ഗലാത്തിയ 1:12-16. ഉത്തരം
സി ഗലാത്തിയ 1:8-9. ചോദ്യം 70. അധ്യായവും വാക്യവും ഏത്? കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. എ ഗലാത്തിയ 1:12, ബി 1:13, സി 1:14, ഡി 1:19. ഉത്തരം ഡി ഗലാത്തിയ 1:19. തുടർന്ന് നമ്മൾ ഗലാത്തിയ 2-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യം 71. ഗലാത്തിയ അധ്യായം 2-ന്റെ 3-ാമത്തെ തലക്കെട്ട് എന്താണ്? എ പൗലോസിന് അംഗീകാരം, ബി അഭിപ്രായ ഭിന്നത, സി വിശ്വാസത്തിലൂടെ നീതീകരണം, ഡി അപ്പസ്തോലനാകാനുള്ള വിളി. ഉത്തരം സി വിശ്വാസത്തിലൂടെ നീതീകരണം. ചോദ്യം 72. ഗലാത്തിയ അധ്യായം 2-ന്റെ 3-ാമത്തെ തലക്കെട്ടിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 4, ബി 5, സി 6, ഡി 7. ഉത്തരം എ 4. ചോദ്യം 73. 14 വർഷത്തിന് ശേഷം ബാർണബാസിനോട് കൂടെ പൗലോസ് വീണ്ടും പോയത് എവിടേക്കാണ്? എ ജെറുസലേമിലേക്ക്, ബി അന്ത്യോക്യയിലേക്ക്, സി എഫേസോസിലേക്ക്, ഡി റോമിലേക്ക്. ഉത്തരം എ ജെറുസലേമിലേക്ക്. ചോദ്യം 74. ഗലാത്തിയ 2:1 സമാനമായ വാക്യം ഏത്? എ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15:12, ബി 15:13, സി 15:2, ഡി 15:3. ഉത്തരം സി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15:2. ചോദ്യം 75. 14 വർഷത്തിന് ശേഷം ആരോട് കൂടെയാണ് പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത്? എ പത്രോസിനൊപ്പം, ബി സീലാസിനൊപ്പം, സി ബാർണബാസിനൊപ്പം, ഡി തിമോത്തിയോസിനൊപ്പം. ഉത്തരം സി ബാർണബാസിനൊപ്പം. ചോദ്യം 76. ഗലാത്തിയ 2:6 സമാനമായ വാക്യം ഏത്? എ നിയമാവർത്തനം 10:17, ബി 10:18, സി 10:19, ഡി 10:20. ഉത്തരം എ നിയമാവർത്തനം 10:17. ചോദ്യം 77. 14 വർഷത്തിന് ശേഷം ബാർണബാസിനോട് കൂടെ പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? എ മാർക്കോസിനെ, ബി തീത്തോസിനെ, സി ലൂക്കായെ, ഡി സ്തെഫാനോസിനെ. ഉത്തരം ബി തീത്തോസിനെ. ചോദ്യം 78. റോമ 3:20 സമാനമായ ഗലാത്തിയ വാക്യം ഏത്? എ ഗലാത്തിയ 2:17, ബി 2:18, സി 2:19, ഡി 2:16. ഉത്തരം ഡി ഗലാത്തിയ 2:16. ചോദ്യം 79. ബാർണബാസിനോടുകൂടെ പൗലോസ് ജെറുസലേമിലേക്ക് പോകാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? എ സഭയുടെ കൽപ്പനയനുസരിച്ച്, ബി ഒരു വെളിപാടനുസരിച്ച്, സി പത്രോസിൻ്റെ ക്ഷണമനുസരിച്ച്, ഡി സ്വന്തം താൽപ്പര്യപ്രകാരം. ഉത്തരം ബി ഒരു വെളിപാടനുസരിച്ച്. ചോദ്യം 80. ഗലാത്തിയ 2:10 പൗലോസ് ഇപ്രകാരം പറയുന്നു: അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. ഏതു തന്നെ? എ സുവിശേഷം പ്രസംഗിക്കുക, ബി ദരിദ്രരെപ്പറ്റി ചിന്ത വേണം, സി മരിച്ച് അവനോട് കൂടെ ആയിരിക്കുക, ഡി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ഉത്തരം ഡി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 81. ബാർണബാസിനോട് കൂടെ ജെറുസലേമിലെത്തിയ പൗലോസ് താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എ കേപ്പയുടെ പക്കൽ, ബി യാക്കോബിൻ്റെ പക്കൽ, സി ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ, ഡി പ്രധാന പുരോഹിതൻ്റെ അടുത്ത്. ഉത്തരം സി ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ. ചോദ്യം 82. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്ന വാക്യം വരുന്ന വചനമേത്? എ ഗലാത്തിയ 2:15, ബി 2:16, സി 2:17, ഡി 2:18. ഉത്തരം ബി ഗലാത്തിയ 2:16. ചോദ്യം 83. ബാർണബാസിനോട് കൂടെ ജെറുസലേമിലെത്തിയ പൗലോസ് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായി അവതരിപ്പിച്ചത് എന്താണ്? എ പഴയ നിയമം,
ബി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം, സി യാത്രാ വിവരണം, ഡി സഭയുടെ കണക്കുകൾ. ഉത്തരം ബി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. ചോദ്യം 84. താൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിലെ പ്രധാനികളുടെ മുൻപിൽ സ്വകാര്യമായി അവതരിപ്പിക്കുന്നതിനുള്ള കാരണമായി പൗലോസ് പറയുന്നത് എന്താണ്? എ. താൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി. ബി. താൻ ശരിയാണെന്ന് കാണിക്കാൻ. സി. അനുവാദം വാങ്ങാൻ വേണ്ടി. ഡി. പ്രശസ്തിക്ക് വേണ്ടി. ഉത്തരം എ. താൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി. ചോദ്യം 85. എന്ത് വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയാണ് താൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ് സ്വകാര്യമായി അവതരിപ്പിച്ചത്? എ. തൻ്റെ പ്രസംഗം. ബി. തൻ്റെ വിശ്വാസം. സി. താൻ ഓടുന്നതും ഓടിയതും. ഡി. തൻ്റെ അധ്വാനം. സി. ഉത്തരം സി. താൻ ഓടുന്നതും ഓടിയതും. ചോദ്യം 86. പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഏത് നാട്ടുകാരൻ ആയിരുന്നു? എ. യഹൂദൻ. ബി. ഗ്രീക്കുകാരൻ. സി. റോമക്കാരൻ. ഡി. എഫേസോസുകാരൻ. ഉത്തരം ബി. ഗ്രീക്കുകാരൻ. ചോദ്യം 87. തന്നോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും എന്തിന് നിർബന്ധിക്കപ്പെട്ടില്ല എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ. ജെറുസലേം വിട്ടുപോകാൻ. ബി. പരിച്ഛേദനത്തിന്. സി. യഹൂദ നിയമം പഠിക്കാൻ. ഡി. ഉപവാസം എടുക്കാൻ. ഉത്തരം ബി. പരിച്ഛേദനത്തിന്. ചോദ്യം 88. പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ആരാണ് പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെടാതിരുന്നത്? എ. ബാർണബാസ്. ബി. ഗ്രീക്കുകാരനായ തീത്തോസ്. സി. ലൂക്ക. ഡി. മാർക്കോസ്. ഉത്തരം ബി. ഗ്രീക്കുകാരനായ തീത്തോസ്. ചോദ്യം 89. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് തങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് ആരാണ് രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് പൗലോസ് പറയുന്നത്? എ. വ്യാജ ക്രിസ്ത്യാനികൾ. ബി. യഹൂദ ക്രിസ്ത്യാനികൾ. സി. വ്യാജ സഹോദരന്മാർ. ഡി. വിജാതീയ സഹോദരന്മാർ. ഉത്തരം സി. വ്യാജ സഹോദരന്മാർ. ചോദ്യം 90. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് തങ്ങളെ എന്തു ചെയ്യാനാണ് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. വഴിതെറ്റിക്കാൻ. ബി. അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന്. സി. നശിപ്പിക്കാൻ. ഡി. തകർക്കാൻ. ഉത്തരം ബി. അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന്. ചോദ്യം 91. യേശുക്രിസ്തുവിലുള്ള തങ്ങളുടെ എന്തിനെ ചൂഷണം ചെയ്ത് അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിനാണ് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് പൗലോസ് പ്രസ്താവിക്കുന്നത്? എ. സമ്പത്തിനെ. ബി. അധികാരത്തെ. സി. സ്വാതന്ത്ര്യത്തെ. ഡി. അറിവിനെ. ഉത്തരം സി. സ്വാതന്ത്ര്യത്തെ. ചോദ്യം 92. ഗലാത്യർക്കായി എന്തു നിലനിർത്തേണ്ടതിനാണ് പൗലോസും കൂട്ടരും വ്യാജ സഹോദരർക്ക് വശപ്പെടാതിരുന്നത്? എ. സുവിശേഷത്തിൻ്റെ സത്യം. ബി. സഭയുടെ അധികാരം. സി. യഹൂദ ആചാരങ്ങൾ. ഡി. സ്വന്തം മാനം. ഉത്തരം എ. സുവിശേഷത്തിൻ്റെ സത്യം. ചോദ്യം 93. ഗലാത്യയിലെ സഭയിൽ രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരുടെ മനോഭാവം എന്തെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. തങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവം. ബി. വിനീതമായ ഭാവം. സി. പഠിക്കാനുള്ള ഭാവം. ഡി. സേവന മനോഭാവം. ഉത്തരം എ. തങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവം. ചോദ്യം 94. ഗലാത്യയിലെ സഭയിൽ രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരോട് പൗലോസ്ലീഹയുടെ പ്രതികരണം എന്തായിരുന്നു? എ. അവരെ സ്വാഗതം ചെയ്തു. ബി. അവർ എന്താണെന്ന് ഗവനിക്കുന്നേയില്ല. സി. അവരെ പേടിപ്പിച്ചു. ഡി. അവരോട് തർക്കിച്ചു. ഉത്തരം ബി. അവർ എന്താണെന്ന് ഗവനിക്കുന്നേയില്ല. ചോദ്യം 95. ഗലാത്യ 2:6 ദൈവത്തെക്കുറിച്ചുള്ള പൗലോസ്ലീഹയുടെ വിശേഷണം എന്ത്? എ. ദൈവം കാരുണ്യമാണ്. ബി. ദൈവം സ്നേഹമാണ്. സി. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ഡി. ദൈവം എല്ലാം ക്ഷമിക്കുന്നവനാണ്. ഉത്തരം സി. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ചോദ്യം 96. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഗലാത്യ 2:7 പറയുന്നത്? എ. പൗലോസിനെ. ബി. പത്രോസിനെ. സി. യാക്കോബിനെ. ഡി. യോഹന്നാനെ. ഉത്തരം ബി. പത്രോസിനെ.
ചോദ്യം 97 അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഗലാത്യ 2:7 പറയുന്നത്. എ പൗലോസിനെ, ബി കേപ്പായെ, സി ബർണബാസിനെ, ഡി സ്തെഫാനോസിനെ. ഉത്തരം എ പൗലോസിനെ. ചോദ്യം 98 അപരിച്ഛേദിതരെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്ക് ഏത്? എ സഹോദരന്മാർ, ബി ശിഷ്യന്മാർ, സി വിജാതീയർ, ഡി യഹൂദർ. ഉത്തരം സി വിജാതീയർ. ചോദ്യം 99 പൂരിപ്പിക്കുക. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള ഡാഷ് പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ ഡാഷ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എ നിയമം സുവിശേഷം, ബി പ്രേഷിതത്വം വിജാതീയർക്ക് വേണ്ടി, സി അധികാരം എല്ലാവർക്കും, ഡി അനുഗ്രഹം വിശ്വാസികൾക്ക്. ഉത്തരം ബി പ്രേഷിതത്വം വിജാതീയർക്കു വേണ്ടി. ചോദ്യം 100 സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ്? എ പൗലോസ്, ബാർണബാസ്, തീത്തോസ്, ബി യാക്കോബും കേപ്പായും യോഹന്നാനും, സി പത്രോസ്, ലൂക്ക, ശീലാസ്, ഡി മത്തായി, മർക്കോസ്, ലൂക്ക. ഉത്തരം ബി യാക്കോബും കേപ്പായും യോഹന്നാനും. ചോദ്യം 101 നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും പൗലോസിന് എന്ത് ലഭിച്ചിരിക്കുന്നുവെന്നാണ് കണ്ടത്? എ വലിയ ജ്ഞാനം, ബി ദൈവത്തിൻ്റെ കൃപ, സി സഭയുടെ അധികാരം, ഡി പണം. ഉത്തരം ബി ദൈവത്തിൻ്റെ കൃപ. ചോദ്യം 102 നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും എപ്രകാരമാണ് പൗലോസിനോടും ബാർണബാസിനോടും പ്രതികരിച്ചത്? എ അവരെ എതിർത്ത്, ബി തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിക്കൊണ്ട്, സി അവരെ ഒഴിവാക്കി, ഡി അവരെ ശിക്ഷിച്ചു. ഉത്തരം ബി തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിക്കൊണ്ട്. ചോദ്യം 103 സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ഒരു കാര്യം മാത്രമേ പൗലോസിനോടും ബാർണബാസിനോടും ആവശ്യപ്പെട്ടുള്ളൂ. എന്താണത്? എ യഹൂദ നിയമങ്ങൾ പാലിക്കണം, ബി ഉപവാസം അനുഷ്ഠിക്കണം, സി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, ഡി ജെറുസലേമിൽ തന്നെ കഴിയണം. ഉത്തരം സി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 104 എവിടെ വെച്ചാണ് പൗലോസ് കേപ്പയെ മുഖത്തു നോക്കി എതിർത്തത്? എ അന്ത്യോക്യയിൽ, ബി ജെറുസലേമിൽ, സി റോമിൽ, ഡി കോറിന്തോസിൽ. ഉത്തരം എ അന്ത്യോക്യയിൽ. ചോദ്യം 105 പൗലോസ് കേപ്പയെ മുഖത്തു നോക്കി എതിർക്കാൻ കാരണമെന്ത്? എ പണം ആവശ്യപ്പെട്ടതുകൊണ്ട്, ബി കേപ്പയിൽ കുറ്റം കണ്ടതുകൊണ്ട്, സി കേപ്പ പ്രസംഗം തടഞ്ഞതുകൊണ്ട്, ഡി ഭയം കാരണം. ഉത്തരം ബി കേപ്പയിൽ കുറ്റം കണ്ടതുകൊണ്ട്. ചോദ്യം 106 എപ്പോഴാണ് കേപ്പ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും പിന്മാറിയത്? എ യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചിലർ വന്നപ്പോൾ, ബി പൗലോസ് വന്നപ്പോൾ, സി രാത്രിയായപ്പോൾ, ഡി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ. ഉത്തരം എ യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചിലർ വന്നപ്പോൾ. ചോദ്യം 107 വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും കേപ്പ പിന്മാറാൻ കാരണമെന്ത്? എ ഭക്ഷണം ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, ബി പരിച്ഛേദിതരെ ഭയന്ന്, സി വിശപ്പില്ലാത്തതുകൊണ്ട്, ഡി പൗലോസിനെ പേടിച്ച്. ഉത്തരം ബി പരിച്ഛേദിതരെ ഭയന്ന്. ചോദ്യം 108 കേപ്പയുടെയും ഒപ്പമുണ്ടായിരുന്ന യഹൂദരുടെയും കപടമായ പെരുമാറ്റം ആരെപ്പോലും വഴിതെറ്റിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? എ ബാർണബാസിനെ പോലും, ബി തീത്തോസിനെ പോലും, സി തിമോത്തിയോസിനെ പോലും, ഡി ലൂക്കായെ പോലും. ഉത്തരം എ ബാർണബാസിനെ പോലും. ചോദ്യം 109 കേപ്പയുടെയും കൂട്ടരുടെയും എന്തുമൂലമാണ് ബാർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടത്? എ കപടമായ പെരുമാറ്റം, ബി കഠിന ശാസനം, സി പൗലോസിൻ്റെ തർക്കം, ഡി യാക്കോബിൻ്റെ കത്ത്. ഉത്തരം എ കപടമായ പെരുമാറ്റം. ചോദ്യം 110 കേപ്പയുടെയും കൂട്ടരുടെയും പെരുമാറ്റം എന്തുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് പൗലോസ് എല്ലാവരുടെയും മുമ്പിൽ വച്ച് കേപ്പായെ എതിർത്തത്? എ നിയമവുമായി, ബി പാരമ്പര്യവുമായി, സി സുവിശേഷ സത്യവുമായി, ഡി സഭയുടെ ഭരണഘടനയുമായി. ഉത്തരം സി സുവിശേഷ സത്യവുമായി. ചോദ്യം 111 ഗലാത്യ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്ത്? എ വിശ്വാസത്തിലൂടെ നീതീകരണം,
ബി സഭയുടെ വളർച്ച, സി നിയമത്തിൻ്റെ ശക്തി, ഡി പൗലോസിൻ്റെ യാത്രകൾ. ഉത്തരം എ വിശ്വാസത്തിലൂടെ നീതീകരണം. ചോദ്യം 112 പൂരിപ്പിക്കുക. നാം തന്നെ ഡാഷ് ജനിച്ചവരാണ്, വിജാതീയരിലെ ഡാഷ്. എ റോമാക്കാരായി സൈനികരല്ല, ബി യഹൂദരായി പാപികളായിട്ടല്ല, സി ഗ്രീക്കുകാരായി അടിമകളല്ല, ഡി സഭക്കാരായി ശത്രുക്കളല്ല. ഉത്തരം ബി യഹൂദരായി പാപികളായിട്ടല്ല. ചോദ്യം 113 ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, മറിച്ച് എന്തിലൂടെയാണ്? എ നല്ല പ്രവൃത്തികളിലൂടെ, ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ, സി സ്നാനത്തിലൂടെ, ഡി പള്ളിയിൽ പോകുന്നതിലൂടെ. ഉത്തരം ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ചോദ്യം 114 എന്തിലൂടെ ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:16 പറയുന്നത്? എ സ്നേഹം വഴി, ബി വിശ്വാസം വഴി, സി നിയമാനുഷ്ഠാനം വഴി, ഡി ദയ വഴി. ഉത്തരം സി നിയമാനുഷ്ഠാനം വഴി. ചോദ്യം 115 പൂരിപ്പിക്കുക. എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു ഡാഷ്. എ പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ, ബി വലിയവനാണോ, സി നമ്മെ ശിക്ഷിക്കുമോ, ഡി നമ്മെ ഉപേക്ഷിക്കുമോ. ഉത്തരം എ പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ. ചോദ്യം 116 ഗലാത്യ 2:18 പ്രകാരം ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുകയാണ്? എ വലിയ നേട്ടം ഉണ്ടാക്കുകയാണ്, ബി ഭക്തി കാണിക്കുകയാണ്, സി അതിക്രമം കാണിക്കുകയാണ്, ഡി സേവനം ചെയ്യുകയാണ്. ഉത്തരം സി അതിക്രമം കാണിക്കുകയാണ്. ചോദ്യം 117 എന്തിനു വേണ്ടിയാണ് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി എന്ന് പൗലോസ് പറയുന്നത്? എ ലോകസുഖങ്ങൾക്ക് വേണ്ടി, ബി വിശ്രമിക്കാൻ വേണ്ടി, സി ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ഡി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി. ഉത്തരം സി ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ചോദ്യം 118 ദൈവത്തിനായി ജീവിക്കേണ്ടതിന് താൻ എന്തു ചെയ്തു എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:19 പ്രഖ്യാപിക്കുന്നത്? എ സ്നാനപ്പെട്ടിരിക്കുന്നു, ബി നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി, സി ക്രൂശിതനായിരിക്കുന്നു, ഡി മൃതനായിരിക്കുന്നു. ഉത്തരം ബി നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ചോദ്യം 119 താൻ ക്രിസ്തുവിനോടുകൂടെ എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് 2:20 പൗലോസ് പറയുന്നത്? എ സ്നാനപ്പെട്ടിരിക്കുന്നു, ബി ഉപവസിക്കുന്നു, സി ക്രൂശിതനായിരിക്കുന്നു, ഡി മൃതനായിരിക്കുന്നു. ഉത്തരം സി ക്രൂശിതനായിരിക്കുന്നു. ചോദ്യം 120 ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, പിന്നെ ആരെന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ സഭയാണ് ജീവിക്കുന്നത്, ബി ആത്മാവാണ് ജീവിക്കുന്നത്, സി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഡി നിയമമാണ് ജീവിക്കുന്നത്. ഉത്തരം സി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ചോദ്യം 121 തൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ആരിൽ വിശ്വസിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ രാജാവിൽ, ബി തന്നിൽ തന്നെ, സി ദൈവപുത്രനിൽ, ഡി നിയമജ്ഞരിൽ. ഉത്തരം സി ദൈവപുത്രനിൽ. ചോദ്യം 122 ഗലാത്യ 2:20 ദൈവപുത്രന് പൗലോസ് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതൊക്കെ? എ ലോകത്തിൻ്റെ രാജാവും വിധിയാളനും, ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത, സി അത്ഭുത പ്രവർത്തകനും വൈദ്യനും, ഡി കരുണയുള്ളവനും കോപിക്കുന്നവനും. ഉത്തരം ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത. ചോദ്യം 123 അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല എന്ന് ഗലാത്യ 2:5 പൗലോസ്ലീഹ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? എ വിജാതീയരെ, ബി രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ, സി യഹൂദ പ്രമാണികളെ, ഡി സഭാ അധികാരികളെ. ഉത്തരം ബി രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ. ചോദ്യം 124 അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ഏതു തന്നെയെന്നാണ് ഗലാത്യ 2:10 പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്? എ ജെറുസലേമിലേക്ക് പോകണം, ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, സി വിജാതീയരെ ഒഴിവാക്കണം, ഡി സുവിശേഷം എഴുതണം. ഉത്തരം ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 125 അന്ത്യോക്യായിൽ വെച്ച് പൗലോസ് കേപ്പയെ എപ്രകാരമാണ് എതിർത്തത്? എ മുഖത്ത് നോക്കി എതിർത്തു, ബി കത്തെഴുതി എതിർത്തു, സി മറ്റുള്ളവരോട് പരാതിപ്പെട്ടു, ഡി രഹസ്യമായി എതിർത്തു. ഉത്തരം എ മുഖത്ത് നോക്കി എതിർത്തു.
ചോദ്യം 126. ഗലാത്തിയ 2:13 അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന അവൻ ആരാണ്? എ പൗലോസ്, ബി ബർണബാസ്, സി കേപ്പ, ഡി തീത്തോസ്. ഉത്തരം സി കേപ്പ. ചോദ്യം 127. കേപ്പയുടെയും ഒപ്പമുണ്ടായിരുന്ന യഹൂദരുടെയും കപടമായ പെരുമാറ്റം ബാർണബാസിൽ വരുത്തിയ മാറ്റം എന്താണ്? എ സന്തോഷിച്ചു, ബി വഴിതെറ്റിക്കപ്പെട്ടു, സി ജെറുസലേമിലേക്ക് പോയി, ഡി എതിർത്തു. ഉത്തരം ബി വഴിതെറ്റിക്കപ്പെട്ടു. ചോദ്യം 128. ആര് ആരോട് പറഞ്ഞു? യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? എ കേപ്പ പൗലോസിനോട്, ബി പൗലോസ് ബർണബാസിനോട്, സി പൗലോസ് കേപ്പയോട്, ഡി യാക്കോബ് യോഹന്നാനോട്. ഉത്തരം സി പൗലോസ് കേപ്പായോട്. ചോദ്യം 129. എന്തു ചെയ്യുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:18 പറയുന്നത്? എ നിയമം ലംഘിക്കുന്നുവെങ്കിൽ, ബി ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ, സി പാപികളോടൊപ്പം ഇരുന്നാൽ, ഡി ദൈവത്തെ മറന്നാൽ. ഉത്തരം ബി ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ. ചോദ്യം 130. ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല എന്നതിന് മുന്നോടിയായി പൗലോസ് പറയുന്നത് എന്താണ്? എ നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ, ബി വിശ്വാസമില്ലെങ്കിൽ, സി നമ്മൾ എല്ലാവരും പാപികളാണെങ്കിൽ, ഡി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ. ഉത്തരം എ നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ചോദ്യം 131. അധ്യായവും വാക്യവും ഏത്? എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. എ ഗലാത്യ 2:17, ബി 2:18, സി 2:19, ഡി 2:20. ഉത്തരം സി ഗലാത്യ 2:19. ചോദ്യം 132. യാക്കോബും കേപ്പായും യോഹന്നാനും ആദിമസഭയിലെ എന്തായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്? എ നേതാക്കളായി, ബി നെടും തൂണുകളായി, സി ശ്രേഷ്ഠന്മാരായി, ഡി നേതൃസ്തംഭങ്ങളായി. ഉത്തരം ഡി നേതൃസ്തംഭങ്ങളായി. ചോദ്യം 133. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. ഈ വാക്യത്തിന് മുന്നോടിയായി പൗലോസ് പറയുന്നത് എന്ത്? എ ഞാൻ നിയമം അനുസരിക്കുന്നില്ലേ, ബി ഞാൻ വചനം പാലിക്കുന്നില്ലേ, സി തീർച്ചയായും അങ്ങനെയല്ല, ഡി തീർച്ചയായും അല്ല. ഉത്തരം ഡി തീർച്ചയായും അല്ല. ചോദ്യം 134. നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. ഇതിന് സമാനമായ ഗലാത്യ വാക്യം ഏത്? എ ഗലാത്യ 2:16, ബി 2:17, സി 2:18, ഡി 2:19. ഉത്തരം എ ഗലാത്യ 2:16. ചോദ്യം 135. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ഏത് കാര്യത്തിനാണ് നീതീകരണമില്ലാത്തത്? എ പൗലോസിൻ്റെ പ്രസംഗത്തിന്, ബി ക്രിസ്തുവിൻ്റെ മരണത്തിന്, സി പത്രോസിൻ്റെ ശുശ്രൂഷയ്ക്ക്, ഡി യഹൂദ ആചാരങ്ങൾക്ക്. ഉത്തരം ബി ക്രിസ്തുവിൻ്റെ മരണത്തിന്. ചോദ്യം 136. പിന്നീട് 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി എന്ന് ഗലാത്യ 2:1 പറയുന്നു. അങ്ങനെയെങ്കിൽ ആദ്യ സന്ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനമേത്? എ ഗലാത്യ 2:11, ബി 2:18, സി 1:18, ഡി 1:14. ഉത്തരം സി ഗലാത്യ 1:18. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.